ഹലോ. ആദ്യം തന്നെ നമുക്കൊരു പൊതിച്ചോറൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി എവിടെയെങ്കിലും പോയിരുന്നൊന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ഒരു പാർക്ക് കണ്ടു. അവിടെ ഇരുന്ന് ഒരു 3-3:30 ആയിട്ടുണ്ടാവും. ആ ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പൊതിച്ചോറ് നന്നായിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ പ്രിപ്പയർ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് കാറിലിരുന്നാണ് നെക്സ്റ്റ് എവിടേക്കാണ് പോകുക എന്നുള്ള പ്ലാനിങ് ചെയ്യണത്. ഞങ്ങൾ ജസ്റ്റ് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലാലുവേട്ടനാണ് പറഞ്ഞ് ഇവിടെ ലേക്കിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങളിതാ അൽവത്തപ്പ ലേക്കിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. പോണ വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡും നിറയെ മരങ്ങളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. ഇവിടെ വേറെ വില്ലകളോ ബിൽഡിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 സൈഡും മരങ്ങളും, അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മരുഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഈ സൈഡൊക്കെ ഞങ്ങൾ വരുന്നത്. മുന്നേ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ ഈ വരുമ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ ഞങ്ങൾ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കണ്ടു. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്താലോ എന്നുണ്ടായി. ഇവിടേക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ തോന്നി. പിന്നെ 2-3 തവണ പോയതുകൊണ്ട് ആ പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്ത കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ ലേക്കിലെത്തിയിട്ടുണ്ട്. കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പം. ആദ്യമായിട്ടാണ് ഞങ്ങൾ 2 പേരും ഇവിടെ വരുന്നത്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ആരും അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നൈറ്റ് സ്റ്റേ ചെയ്യണ തരത്തിൽ ടെൻ്റായിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കറിയില്ലായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷനും ഇവിടെ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു പ്ലാനിങ് ഇല്ലാതല്ലേ വന്നത്. ഞങ്ങളതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അവിടുന്ന് പോരുകയാണ് ഉണ്ടായത്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നല്ല ഇരുട്ടായിട്ട്, ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഇവിടുന്ന് എല്ലാവരും ടെൻ്റൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇരുട്ടായപ്പോൾ അവിടെ അവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ലൈറ്റിൽ കാണാനും ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമായപ്പോൾ പക്ഷികളുടെയൊക്കെ സൗണ്ട് ഈ വെള്ളത്തിൻ്റെ സൗണ്ടുമായിട്ട് ഭയങ്കര ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു. നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളവിടെ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.